ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാതിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് താങ്കൾ. അത് താങ്കൾ മനഃപൂർവ്വം എടുത്ത ഒരു തീരുമാനമാണോ അതോ താങ്കളുടെ ഒരു ദൗർബല്യമാണോ അത്? 67 എൻ്റെ രാഷ്ട്രീയത്തിലെ ആ യുവത്വത്തിൻ്റെ തിളപ്പ്. 67 എന്നാലേ ഞാൻ എല്ലാ ദിവസവും ഞാൻ നിയമസഭയിലേക്ക് വരുന്നത് ഫോട്ടോസ്റ്റാറ്റുകളുമായിട്ടാണല്ലോ. നിയമസഭയിൽ ഞാൻ കടന്നു വരുമ്പോൾ എല്ലാവർക്കും ഇന്നാരെയാണ് പിടിക്കുന്നത് മാണി, അങ്ങനെ ഓരോരുത്തരെയും ഈ അഴിമതി ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നങ്ങോട്ട് പ്രസംഗിച്ചതിൻ്റെ തെളിവ് സഹിതമായിരുന്നു ഫോട്ടോസ്റ്റാറ്റുകളും കാര്യങ്ങളും. നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ നിയമം വ്യാഖ്യാനിച്ചുകൊണ്ടത്, മറ്റേതാണ് തെളിവുകൾ വെച്ചുകൊണ്ട് എന്ന് മാത്രമാണോ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഭിഭാഷകനായി കോട്ടിട്ട് കോടതിയിൽ പോയി ഞാൻ തന്നെ സാക്ഷികളെ വിസ്തരിച്ച് വാദിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വേലിപ്പുഴ കമ്മീഷൻ തന്നെ അദ്ദേഹത്തിൻ്റെ ജഡ്ജിമെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാണി ബൈ ഹിംസെൽഫ് ആൻ അഡ്വക്കേറ്റ് അപ്പിയർഡ് ബിഫോർ ദി കോർട്ട് ആർഗ്യൂ ദ കേസ് വെരി വെൽ എന്നൊക്കെ പറഞ്ഞൊരു എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് വേലിപ്പുഴ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം. ഇപ്പോൾ ഈ കാലഘട്ടം ഞാൻ ഒരു ഇതുള്ളത് വ്യക്തിപരമായ ആരോപണങ്ങൾ അന്നുമില്ല ഇന്നുമില്ല. മറ്റത് നയപരമാണ്. വ്യക്തിപരമായ ഞാൻ ഇതുവരെ ഒരാളെപ്പറ്റിയും മോശം പറഞ്ഞിട്ടുമില്ല, പറയുകയുമില്ല. എല്ലാം വ്യക്തിത്വത്തെ ഞാൻ ആദരിക്കുന്നു. അല്ല, പക്ഷേ അത്ര ഒരു ബഹുമാനമില്ലാതെ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു 67 നിയമസഭയിലേക്ക് വരുമ്പോൾ തെളിവ് സഹിതം അതും അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകളുമായിട്ട് വരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണങ്ങൾ വാദിച്ച് സമർത്ഥിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ വളരെ വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് രാഷ്ട്രീയം വഴുതി വീണിരിക്കുന്നു. അല്ലെങ്കിൽ യാതൊരു തെളിവുകളുമില്ലാതെ ആളുകളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനൊരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയം പോയി എന്നൊരു അഭിപ്രായമുണ്ടോ? അങ്ങനെ രാഷ്ട്രീയം പോയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഞാൻ നടത്താറില്ല. വ്യക്തിപരം. പക്ഷെ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിനെ പറയുമ്പോൾ വ്യക്തിപരമാണെന്ന് വിചാരിക്കരുത്. വ്യക്തിയെ ചുമ്മാ ധരിച്ചാൽ നീ അവനാരാ, അല്ലെ അവൻ ഇന്നതല്ലേ, അങ്ങനെയല്ലേ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ചില വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയല്ലേ. നമ്മളങ്ങനെയൊന്നും ഒരാളെയും, ഞാൻ പറഞ്ഞ എല്ലാ വ്യക്തികളെയും ബഹുമാനിക്കുന്നു, അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു. റെസ്പെക്ട് ഫോർ ദി ഇൻഡിവിജ്വൽ. ഈ വ്യക്തിത്വത്തെ ആദരിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. താങ്കൾ മറ്റുള്ള വ്യക്തികളെ ആദരിക്കുന്നു, വ്യക്തിപരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കാതിരിക്കുന്നു. പക്ഷേ തന്നോട് തിരിച്ച് ആ നീതി കാണിച്ചിട്ടില്ല എന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്നോട് എന്നെ കടന്നാക്രമിച്ചിട്ടുണ്ട്. അല്ല, അതിനകത്ത് എന്തെങ്കിലും ഞാനതൊക്കെ സഹിഷ്ണുതയോടെ കാണാനുള്ളൂ. രാഷ്ട്രീയമല്ലേ അങ്ങനെ കിടക്കും. കല്ലേറ് മേടിക്കാൻ താല്പര്യമില്ലാത്തവർ, അത് പറ്റുകയില്ലാത്തവർ രാഷ്ട്രീയത്തിലേക്ക് വരരുത്. മാമ്പഴമുള്ള മാവിലേ ചിലപ്പോൾ കല്ലെറിയുള്ളൂ. അപ്പോൾ കല്ലേറുകൾ വരും, അത് സഹിഷ്ണുതയോടെ കാണുക. അല്ല, പക്ഷേ പലപ്പോഴും തൻ്റെ സ്വന്തം നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന നിലവാരത്തിലേക്ക് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകുമ്പോൾ വളരെ സഹിഷ്ണുതയായിട്ട് അതിനെ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരിടുന്നുണ്ടല്ലോ. എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അതിന് വ്യക്തമായ മറുപടികൾ കൊടുക്കും. തെറ്റാണെങ്കിൽ വളരെ അതിനെ ചലഞ്ച് ചെയ്യും. വ്യക്തമായ മറുപടി കൊടുക്കാത്ത ഒരു കേസും ഇല്ല, ചലഞ്ച് ചെയ്യുകയും ചെയ്യും. പക്ഷേ രണ്ടും രണ്ടാ. നമ്മൾ ചുമ്മാ വ്യക്തിപരമായ ആക്ഷേപങ്ങളും അത് എന്നെപ്പറ്റി വരുന്ന, ഞാൻ എൻ്റെ കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ഞാൻ അങ്ങനെ വ്യക്തിപരമായ ആക്ഷേപങ്ങളൊന്നും ആരെപ്പറ്റിയും പറയാറില്ല. ബജറ്റുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള, ഇനി എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ആ ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം ആ നിലയ്ക്കാണല്ലോ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു വലിയ റെക്കോർഡിന് ഉടമയാണ്. ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ, അത് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായും മനസ്സിലേക്ക് വരിക? പ്രധാനമായി മനസ്സിലേക്ക് വരുന്നത്, ഒന്ന് വികസനം, രണ്ട് ടാക്സേഷൻ, വരുമാനം ചെലവ്, ഇത് രണ്ടുമാണല്ലോ. വരവും ചെലവും കൂടിയാണല്ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ. വരവുണ്ട്, ചിലവുണ്ട്. അപ്പോൾ ചിലവുകൾ ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ പ്രയോറിറ്റി, എല്ലാ ചിലവുകളും പറ്റിയല്ലോ. അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രോബ്ലംസ് എവിടെയാണ് പ്രോബ്ലം ഏരിയ, അവിടെ നോക്കുന്നു, അവിടെ ചിലവിടണം. ആ വരുമാനം എവിടെ നിന്ന് വേണം? ആ വരുമാനം എന്നും ഈ കൃഷിക്കാരുടെ മേല, എന്നും കൃഷിക്കാരെ TC അവരെ TC ചെയ്തുകൊണ്ട് ഓരോ നികുതി ഭാരം അവരുടെ മേൽ അടിച്ചേപ്പിച്ച് വരുമാനം ഉണ്ടാക്കുക. അതല്ലാതെ നമുക്ക് നികുതിയേതര വരുമാന മാർഗങ്ങളില്ലേ, നമുക്ക് അവിടെ നിന്ന് വരുമാനം കൊണ്ടുവരാൻ പാടില്ലേ? ഇതായിരുന്നു എൻ്റെ ചിന്ത. അപ്പം ബഡ്ജറ്റിൽ കൂടി ആ ചിന്ത അത് ശാസ്ത്രീയമായി അനലൈസ് ചെയ്ത് ഓരോന്നും പോയിൻ്റ് ചെയ്ത് വെക്കും. ഇവിടെയും വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും പോയിൻ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിന് മാറിയിരുന്നു കൊണ്ട് അത് വീണ്ടും
നല്ലപോലെ അത് എഴുതും. പക്ഷേ ഈ ഇത്രയധികം ബജറ്റ് അവതരിപ്പിച്ച ഇതുപോലുള്ള വികസന സങ്കല്പം, അതുപോലെ തന്നെ കർഷകർ, പിന്നോക്ക വിഭാഗങ്ങൾ, അവരുടെ ഉന്നമനം തുടങ്ങിയ ആശയങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബജറ്റ് അവതരിപ്പിച്ച ഒരാൾ ബജറ്റ് വിറ്റയാൾ എന്നൊരു ആക്ഷേപം പിൽക്കാലത്ത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് എന്തായിരുന്നു താങ്കളുടെ വികാരം? ചുമ്മാ വെറുതെ, അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ ഇവ വ്യക്തിപരമായി വേറെ ഒന്നും പറയാനില്ല. ഇവ വ്യക്തിയെ താറടിക്കുക, അതിനുവേണ്ടി അങ്ങനെ പറയുക. അല്ല, ആർക്കെങ്കിലും ബഡ്ജറ്റ് വയ്ക്കാനോ പോകും? ബഡ്ജറ്റിൽ ആശ്വാസം നടപടി കൊടുത്താൽ ആർക്കാത്? ഇപ്പം മൈദയുടെ വില കുറച്ചു, അല്ലെങ്കിൽ ഗോതമ്പിന് നികുതി കുറച്ചു, ബഡ്ജറ്റ് വിറ്റു, അവരെ സഹായിക്കാനാണ്. നികുതി കുറച്ചാൽ അതിൻ്റെ ഫലം കൺസ്യൂമറിനാണ്, വേറെ ആർക്കാണ് പോണത്? നേരെ മറിച്ച് വേറെ ടേൺ ഓവർ ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ പണക്കാർക്കാണ്, വ്യാപാരികൾക്കാണ് സഹായം കൊടുത്തത്. സെൽ ടാക്സ് ഓരോ ഐറ്റത്തിന് നമ്മൾ കുറച്ചാൽ കൺസ്യൂമർക്കാണ് ഗുണം. അത് മനസ്സിലാക്കാതെ ചുമ്മാ താറടിച്ചതല്ലേ ബഡ്ജറ്റ് വിൽപ്പന എന്ന് പറഞ്ഞത്. അത് ഇന്നും നിങ്ങളുടെ മനസ്സിൽ പോലും കിടക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത്, ഉണ്ണി എന്നോട് ഉള്ളതായിട്ടല്ല പറഞ്ഞത്, ഇന്നും അത് ചർച്ചാ വിഷയമായതുകൊണ്ട് എത്ര ക്രൂരമായ ഒരു വിനോദമായിരുന്നു അവർ നടത്തിയത്. ബഡ്ജറ്റ് വിറ്റു, ബഡ്ജറ്റ് വിറ്റു, ബഡ്ജറ്റ് വിറ്റു. പക്ഷേ 2014 പാലയിലെ വിജയം അതിനൊരു മറുപടിയാണ് എന്ന് താങ്കൾ കരുതുന്നത്? അത് എല്ലാ തിരഞ്ഞെടുപ്പുകളും ഉണ്ടല്ലോ, എല്ലാത്തിനുമുള്ള മറുപടിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് എല്ലാം അതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾക്കറിയാം ഹൂ ആർ യു എന്നുള്ളത്, ഹൂ മയാം അല്ലെ ഹൂ ആർ യു. ജനങ്ങൾക്കറിയാം ഞാൻ എവിടെയാന്ന്. തീയുള്ളിടത്ത് പുക കാണും. ചുമ്മാ വെറുതെ പറഞ്ഞാൽ നോക്കുമോ? മാണി കൊള്ളയടിച്ചു, അയാൾ ഇന്നാളെ ഒരു ഇൻ്റർവ്യൂ അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, ഓ മാണി കടൽ കള്ളക്കാരൻ, അങ്ങനെ പറഞ്ഞാൽ വല്ലവരും വിശ്വസിക്കുമോ? പക്ഷേ മാണി സാറേ, ഈ UDF ഉണ്ടാക്കുന്നതിനകത്തും അതിൻ്റെ ഒരു കെട്ടുറപ്പ് നിലനിർത്തുന്നതിനകത്തും ഒക്കെ വലിയൊരു റോള് ഒരു ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം വഹിച്ചിട്ടുള്ള ഒരാളാണ് താങ്കൾ. ആ ഘട്ടത്തിൽ താങ്കൾക്ക് ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട, താങ്കൾക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ UDF താങ്കളെ വേണ്ടത്ര രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നൊരു തോന്നലുണ്ടോ? എന്തിനാ അതൊക്കെ ഞാൻ പറഞ്ഞ ആ വിഷയങ്ങളിലേക്ക് കടക്കണ്ട. ഈ കാരുണ്യ എന്നുള്ള ലോട്ടറി സംവിധാനത്തിലൂടെ ഏതാണ്ട് 1260 കോടി രൂപയുടെ സഹായമാണ് മാണി സാർ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയേക്കാളും ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ഇപ്പോൾ 84-ാം വയസ്സിൽ ആ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് വലിയ ആഘോഷങ്ങളിലേക്ക് പോകാതെ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താം, അതിന് ഒരു മുൻകൈ എടുക്കാം എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? അതെ, അത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ പാർട്ടിയിലിങ്ങനെ ആലോചിച്ചപ്പോൾ പലരും വലിയ ആഘോഷം വേണമെന്ന് പറഞ്ഞു. ഞാനുണ്ണി വിലക്കി. ആഘോഷ പരിപാടികൾ യാതൊന്നും പാടില്ല, ആചരണ പരിപാടികളൊന്നും പാടില്ല. അപ്പോൾ ജോസ് കെ മാണി അവിടെ നിന്ന് പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുറേ ഏറ്റെടുത്ത് നടത്താം. അപ്പം പാർട്ടിയിലെ എല്ലാ നേതാക്കളും PJ ജോസഫൊക്കെ ഇതിനോട് വളരെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ PJ ജോസഫിനെയാണ് എൻ്റെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നടത്തുന്നതിനെ സംബന്ധിച്ചൊരു കമ്മിറ്റിയും അതിൻ്റെ ചുമതല ചെയർമാൻ എന്ന നിലയിൽ ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് PJ ജോസഫിനെ വെച്ചത്. അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് പാർട്ടിയുടെ കൺസെൻസസ് ഉണ്ടായത്. അതാണ് ഒരു രാഷ്ട്രീയ ചോദ്യം കൂടി, അത് വ്യക്തിപരമാണ്. അതായത് ഇപ്പോൾ പാലയിൽ ഏത് സമയത്തും KM മാണി ഒന്നുകിൽ പാലയിൽ നിന്നുള്ള MLA ആയിരുന്നു, അല്ലെങ്കിൽ ധനമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വകുപ്പ് വഹിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പാല MLA അല്ലെങ്കിൽ ധനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് വളരാൻ കഴിയാതെ പോയതിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുഃഖം? അതിനപ്പുറത്തേക്ക് എവിടെയാണ് വളരേണ്ടത്? ഞാൻ ഹോം മിനിസ്റ്ററായിരുന്നു, ഞാൻ റവന്യൂ മിനിസ്റ്ററായിരുന്നു, ഞാൻ ഹോം മിനിസ്റ്ററായിരുന്നു, ഞാൻ ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു, ഇറിഗേഷൻ മിനിസ്റ്ററായിരുന്നു, ഈ ലോക്കൽ ബോഡീസ് മിനിസ്റ്ററായിരുന്നു, പല പല വകുപ്പുകളല്ലേ ഉള്ളത്. ദേശീയ തലത്തിൽ ധനമന്ത്രിമാരുടെ സമിതിയുടെ ചെയർമാനായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിഷമമായിരുന്നു. പലപ്പോഴും KM മാണി ഇതാ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതൊക്കെ മുന്നണിയിലല്ലേ, മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഇതല്ലേ, അതായില്ല. ആകേണ്ട സമയത്താകും. ഞാനതിനു വേണ്ടി വലിയൊരാഗ്രഹം ഒന്നും എൻ്റെ മനസ്സിലൊന്നുമില്ല, ആകാഞ്ഞതിൽ എനിക്കൊരു ദുഃഖമില്ല. ആകുന്നതിന് വേണ്ടി ഒട്ടും ഒരു വലിയൊരു കണക്കുകൂട്ടലോ പ്ലാനിങ്ങോ ആഗ്രഹമോ ഒന്നും മനസ്സിലില്ല. അല്ല, പക്ഷേ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു വെച്ചാൽ കേരള കോൺഗ്രസ് ഒരു ചെറിയ പാർട്ടിയാണ്, പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. അങ്ങനെ ഒരു ബോൾഡായ തീരുമാനം, ശക്തമായൊരു തീരുമാനം താങ്കൾ തന്നെയാണ് എടുത്തത്. ആ പാർട്ടി തന്നെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു ഭാവി എന്താണ് മാണി സാർ? ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക മാണി സാറിനുണ്ടോ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കുണ്ടോ? ആ ഭാവിയെ സംബന്ധിച്ച് തന്നെ വല്ല വിഷമമുണ്ടോ? ഇപ്പോൾ കർണാടകയിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം ഒറ്റയ്ക്ക് ഒരു അധികാരത്തിൽ വന്നില്ലേ? ഞങ്ങൾ ഒറ്റയ്ക്ക് കുറച്ച് കഴിയട്ടെ. ഞങ്ങൾ തീരുമാനമെടുത്ത് കുറച്ച് നാളല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കട്ടെ, കുറേ വർഷങ്ങൾ കഴിയട്ടെ. അപ്പോൾ ഇപ്പോഴാ ചോദ്യത്തിന് സമയമായില്ല.